ജോർജുട്ടെ, ഇത് എന്തൊരു കഷ്ടവാ. തള്ള ചൊല്ലാവാവൽ തലയിഴുക്കനാ പാടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു എന്ന് വെച്ച് കർത്താവ് എന്നെ 7-ാം നരകത്തിലും തള്ളി ഇടൂല ജോർജുട്ടിയെ. എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എല്ലാ കാലം അവർ അറിയില്ലെന്നാണ് ചാണ്ടിച്ചൻ വിശ്വസിക്കുന്നത്. വിശ്വാസം രക്ഷിക്കും. സാധാരണ കല്യാണം പോലെ അല്ലത്. ഇതെന്നെ ആണും പെണ്ണും തമ്മിലല്ലേ? നിനക്ക് പെണ്ണിനെ പോയെന്ന് കാണാവോ? നിന്നെയും കൂട്ടി ചെല്ലാവുന്നതിന് ഇട്ടിച്ചന് വാക്ക് കൊടുത്തിരിക്കുക. പെണ്ണിനെ പോയെന്ന് കാണുന്നതിന് വിരോധം ഉണ്ടോ? എന്താ കാണാത്തത്? മണി 10 ആവുന്നുള്ളൂ. എന്താടി കാണാൻ അത്രയ്ക്കങ്ങ് കൊതിയായോ? അതല്ല, ഫോട്ടോ ഓടി കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ ഇരിക്കുവോ എന്തോ. നല്ല കറുപ്പാന്നാ കേട്ടത്. പിന്നെ എല്ലിച്ച ശരീരവും 1-2 പല്ലും പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യേ, എങ്കിലിങ്ങ് വന്നേച്ചാ മതി, ഓടിക്കും ഞാൻ. ദേ ഇട്ടിച്ചായം വാക്കുകൊടുത്തതാ. എന്നാ പിന്നെ അപ്പച്ചനങ്ങ് കെട്ടിക്കൊണ്ടാ മതി. നീ പേടിക്കണ്ടടി, നോക്കിക്കോ, നല്ല സുന്ദരനായിരിക്കും. നിനക്കൊത്ത ചേർച്ചയായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നത്. ജോർജുട്ടി, ആ ഓഫീസ് റൂമിൽ വെയിറ്റ് ചെയ്യുന്ന അവര് പറഞ്ഞേ. ചാണ്ടിച്ചൻ വരുന്നില്ലേ? എന്നാത്തിനാ നീ പെണ്ണുമായിട്ട് സംസാരിക്കുന്നിടത്ത് ഞാൻ നോക്കൂത്തി ആവണോ? പിന്നൊരു കാര്യം, കർത്താവിന് ഓർത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വിളമ്പി കുട്ടിച്ചോറാക്കല്ലേ. എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? എന്റെ കർത്താവേ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാൽ ഞാൻ എടപ്പള്ളി പുണ്യാളന് 100 മെഴുകുതിരി കത്തിച്ചോളാവേ. ജോർജുട്ടിയല്ലേ? അതെ. പേടിക്കണ്ട, ഞാനല്ല, ആളിതാ. ഞാൻ ഇവളുടെ കുഞ്ഞമ്മയാ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. വരൂ. ഇരിക്കൂ. ഇരുന്നില്ല. ആലീസ് എവിടെയാ പഠിച്ചത്? ന്യൂ വിക്ടറിയില്. അതെവിടെയാ? അത് ഞങ്ങളുടെ അപ്പച്ചന്റെ റബ്ബർ കടയുടെ മുകളിലാ. പാരലൽ കോളേജ് ആണല്ലേ? അതെന്താ വേറെ നല്ല കോളേജിലൊന്നും പോകാണ്ടിരുന്നത്? SSLC പാസ്സാവണ്ട എങ്ങനെയാ കോളേജിൽ പോണത്? SLC പാസ്സായിട്ടില്ല? 3-4 വട്ടം നോക്കി, ഒരു ഗ്രൂപ്പാ കിട്ടിയത്. പിന്നെ അപ്പച്ചൻ പറഞ്ഞു നിർത്തി വീട്ടിലിരിക്കാൻ. ഇപ്പൊ എന്താ ചിന്തിക്കുന്നത് ഞാൻ പറയട്ടെ? എന്താ? ഈ പഠിപ്പില്ലാത്ത പട്ടിക്കാട്ടുകാരി പെണ്ണിനെയാണല്ലോ കർത്താവെ എന്നോട് കെട്ടാൻ പറഞ്ഞേ എന്നല്ലേ? അതിന് മാത്രം എനിക്കെന്ത് യോഗ്യതയുള്ളൂ? എഞ്ചിനീയർ അല്ലേ? ആലീസ്, നീ വിവാഹം ഇഷ്ടമാണോ? അതായത് എന്നെ പോലെ ഒരാളെ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നത്. എന്നെ കുറിച്ച് കൂടുതലായിട്ട് ആലീസിന് അറിയണമെന്നില്ലേ? ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിതാവസാനം വരെ തുടരേണ്ട ഒരു ബന്ധത്തിന്റെ ആരംഭം കുറിക്കില്ല. അപ്പോ വളരെ ആലോചിച്ച് നമ്മളൊരു തീരുമാനം എടുക്കാവൂ, അല്ലെങ്കിൽ പിന്നീട് പ്രയാസപ്പെടേണ്ടി വരും. എന്റെ അവസ്ഥ, ഞാനിപ്പോ ഒരു ബിഗ് സീറോയിലാണ് നിൽക്കുന്നത്. എന്റെ കൂടെ ജീവിക്കാന്നൊക്കെ പറയുമ്പോ ആലീസ് ഓർക്കേണ്ടത് ഈ സീറോയിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആലീസ് ഇതുവരെ പരിചയപ്പെട്ടൊരു ജീവിതമൊന്നും ആയിരിക്കില്ല അത്. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിറഞ്ഞൊരു വഴി. അതിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്. ഏയ്,
എനിക്കിഷ്ടാണ്. എന്ത്? ഞാനിതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. ഈ മീശ കുറച്ചുകൂടെ കട്ടിക്ക് വെക്കായിരുന്നു. കണ്ണ് വളരെ ചെറുതായി പോയി. ഇത്തിരിയുടെ വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ താണ്ടി സണ്ണിക്കുട്ടിച്ചാൻ തന്നെ. അതാരാ? കരളിന്റെ കാതൽ. ഏ? കതിരിലെയാ? ഹ, വെറുതെ അല്ലേ SLC പാസ്സാവണ്ടിരുന്നു. എന്നാ പറഞ്ഞേ? ഞാൻ ഒന്നും ഇല്ലാത്തൊരു പാവ എന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ പാവത്തര എനിക്കിഷ്ടായത്. അതല്ല, അല്ല, ലാ, 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 ലാ. നീ ഇതെന്നെ പവണ്ണായി കിടക്കുന്നേ? ഈ കഥാമാസ്യ വായനയൊക്കെ നിർത്തി അടുക്കളപ്പണി വല്ലതും ചെയ്ത് പഠിക്കാൻ നോക്ക്. നാളെ പുറത്തൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടതാ. എണീക്കടി. ഈശോ, സേവയ്ക്ക് സമയായി. ദാ വരുന്നേ. മറിയേ, മറിയേ, ദേ വരുന്നു. നിനക്കെന്നെ തലവേദന തുടങ്ങിയോ? എന്താ നാത്തൂനെ? ഗ്ലാസും വെള്ളമൊക്കെ കൊണ്ടുവച്ചോ? ഓ, എന്നാ പോർക്കൊളുത്തതും കൂടി എടുത്തോ. എന്നിട്ട് എല്ലാരും ഒരുങ്ങിയിരുന്നോ. കൊച്ചമ്മേ, പിള്ളേർക്ക് ചോറ് കൊടുത്തോട്ടെ? ആ, നിന്റെ അപ്പന്റെ തറവാട്ടിലൂടെ കാശ് കൊണ്ട് വെച്ചിട്ടുണ്ടോ? എന്നോടാ ചോദിച്ചേ? ഇല്ല. പിന്നെ നീ എന്തിനാ അവിടെ കാശൊക്കെ എടുത്ത് കണ്ടവളുമാർക്ക് കൊടുക്കുന്നേ? ആ കുഞ്ഞുഞ്ഞിന്റെ കെട്ടിയൊക്കെ 100 രൂപ കൊടുത്തേനാന്നോ? അവളാ നിന്റെ നാട്ടുവിനോ? അവിടെ മോളെ പേരിന് ആശുപത്രിയിലാക്കിയിരിക്കുക. അവൾ അതിഞ്ഞു കൊണ്ട് തരുമെന്നേ. തരും. എടീ, വിവരം കെട്ടവളെ പുള്ളിക്കാരത്തി പോയി. പോയാ? ആലീസേ, എന്താ അപ്പച്ചാ? ദീനാമേന്തേടി തലവേദനയായിട്ട് കിടക്കുവാ. ഓ, എന്താ ഇപ്പത്ര തലവേദന എടുക്കാൻ? അവിടെ കെട്ടിയവൻ ഓരോന്ന് കാണിച്ചു കൂടിട്ട് എന്റെ തല പെരുത്തിരിക്കുക. കഞ്ചാവിന്റെ കളി വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞാ. ഒരിക്കപ്പെട്ടപ്പോ ബാക്കിയുള്ളവൻ തിരുവനന്തപുരത്ത് പോയി കണ്ടവന്റെ കാല് നക്കിയാ ഒഴിവാക്കി എടുത്തത്. വീണ്ടും തുടങ്ങിയെന്നാ വാളിവേല കുട്ടിച്ചാൻ പറഞ്ഞത്. ഉണ്ടാക്കട്ടെ, എന്നിട്ട് അനുഭവിച്ചോട്ടെ. തിരിഞ്ഞു നോക്കിയാലേ ഒഴിക്കടാ. ഇത് എന്നാ തൊള്ള തുറക്കല? ഒരു മൈക്കെടുത്ത് കയ്യിലോട്ട് വെച്ച് പെരപ്പുറത്ത് കയറി നിൽക്കാൻ പറ. നാശം. ഒരുത്തിയുടെ മാപ്പിളയാണെങ്കിൽ അത് വേറൊരു കുരിശ്. നല്ല കാലത്ത് 4 കാശുണ്ടാക്കി ആണുങ്ങളെ പോലെ ജീവിക്കാൻ നോക്കാതെ വള്ളംകളി എന്നും പറഞ്ഞു കിടക്കുക. പ്രയോജനമുള്ളാടെ വേണ്ടിയാണ്. ഇയാൾ ആരാ വള്ളംകളിയുടെ ക്യാപ്റ്റനോ? പാടോ കൃഷിയുള്ള കുടുംബത്തിലാന്ന് വേണ്ട എന്താ കാര്യം? ഇവനൊരുത്തൻ തലതിരിഞ്ഞു പോയില്ലേ? ആരാടാ? ഞാനാ അളിയൻ. ഏതളിയൻ? അളിയൻ. തന്നെ ഉണ്ടല്ലോ കൊല്ലാൻ വേണ്ടി ഞാൻ വെട്ടിയെന്ന് വെച്ചോ. ചാകത്തില്ല. ചാവിന്റെ കാര്യം പറയണ്ടളിയാ. ഇക്കഴിഞ്ഞ 14-ന് ചമ്പക്കുളം കായലിൽ കൂടെ ഒരു കൊച്ചുവള്ളത്തിൽ ഞാൻ തെക്കോട്ടൊരു പിടി പിടിച്ചു. തുടങ്ങി. കേക്കളിയാ. അങ്ങനെ കായലിന്റെ നടുക്ക് കൂടെ പോകുന്ന വഴിക്ക് വള്ളം ഒന്ന് ചേരിഞ്ഞു. വെള്ളത്തിൽ വീണതും നീന്തിയതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് പിന്നെ യാതൊരു ഓർമ്മയില്ല. അല്ല, അവിടെ അങ്ങനെ ആദ്യമായിട്ടോ നീന്ത്? മതി മതി, കള്ളം മറിഞ്ഞു പോലും. മൂക്കറ്റം കള്ളു കുടിച്ചിട്ട് വല്ലയിടത്തും മറിഞ്ഞു വീണ് കാണും. മണ്ണി കിടന്നായിരിക്കും നീന്തിയത്. എടോ, തനിക്ക് ഇതൊക്കെ നിർത്തിട്ട് മാനമര്യാദ ജീവിച്ചു. ഞാനും അതന്നെ ആലോചിക്കുന്നത്. അളിയെ നോക്കിക്കോ, അടുത്ത ഏഷ്യാഡിന് പോകുന്ന ഞങ്ങളുടെ ടീമാ. ഞങ്ങളുടെ ടീം പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു മെഡലാ. മടല, കവളം മടല്. അത് അളിയൊരു അന്തസ്സല്ലേ? അന്യനാട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ വെള്ളം കുടിച്ച് ചാകാൻ നോക്കണോ. ശവം ഇവിടെ വരുമ്പോ ഞാനൊരു മെഡൽ നെഞ്ചത്ത് വെക്കാം. അതൊരു അന്തസ്സായിരിക്കും. തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ആ ചെല്ലേ പോ. അളിയാ കുപ്പി കാലിയാക്കല്ലേ. ഊണിന് മുമ്പ് ഊണിന് മുമ്പ് ഒരെണ്ണം.